അപ്പോൾ നമ്മൾ പണി ഫുള്ള് കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥയാണിത്. നമ്മൾ ഇതേപോലെ ഡോർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മേളിൽ എയർ ഹോളും കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ചൂട് വെളിയിലോട്ട് പോകാനും വേണ്ടി ഒരു പീസ് നമ്മൾ ഇതേപോലെ അവിടെ സ്വെറ്റ് ട്യൂബ് വെച്ച് ഹോളായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അകത്ത് എയർ അധികം നിൽക്കാതെ പുറത്തോട്ട് പോകും. നമുക്ക് അത്യാവശ്യം റൂമിൽ ഒരു വെന്റിലേഷനും ഉണ്ടാവും. അതിനും കൂടെ വേണ്ടിയാണ് നമ്മൾ അതേപോലെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വെയിലും മഴയൊക്കെ അത്യാവശ്യം നല്ലപോലെ കൊള്ളുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗം. നമ്മളെ ഒന്നാമത്തെ നിലയുടെ ഈ ഭാഗം ഇവിടെ ഇരുന്ന ഡോറിന് നമുക്ക് ഇതേപോലെ സ്റ്റീലിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഗുണമെന്ന് പറഞ്ഞാൽ നല്ല വെയിലൊക്കെ അടിക്കുമ്പോൾ നമ്മൾ കടൽപ്പടിയൊക്കെ പൊളഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. വെള്ളം വീണ് ദ്രവിച്ചു പോകാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു ഡോറാണ് ഇതേപോലെ സ്റ്റീലിൻ്റെ ഡോർ വെക്കുക എന്ന് പറഞ്ഞാൽ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു സ്വാഗതം. ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു ഡോർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഡോറിന് വേണ്ടി നമ്മൾ മേടിച്ചിരിക്കുന്ന 1.25 കാലിൻ്റെ ആംഗ്ലെയറാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള കട്ടർ പ്ലേയായിട്ട് നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ 1.25 കാലിൻ്റെ ആംഗ്ലെയറാണ് മേടിച്ചിരിക്കുന്നത്. നമ്മളിത് പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. എപ്പോക്സിയാണ് അടിച്ചിരിക്കുന്നത്. നമുക്കിത് ഫ്രെയിമായിട്ട് എടുക്കണം, ഫ്രെയിം അടിച്ചൂട്ടി എടുക്കണം. നമ്മളതിന് 3 ഫ്രെയിമായിട്ടാണ് കൊടുക്കുന്നത്. മൊത്തം 4 ഫ്രെയിം നമ്മൾ കൊടുക്കുന്നില്ല. താഴത്തെ കട്ടർ പടി ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ 3 ഫ്രെയിമായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പോകണം. ഫ്രെയിമായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പോകണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാൻ പോകണം. നമുക്ക് അളവെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രെയിം കറക്റ്റ് സീറ്റിംഗ് ആകുന്നതിന് വേണ്ടി നമ്മൾ ഇതേപോലെ ഒരു പീസ് ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതേപോലെ നമ്മൾ 2 ആംഗ്ലറിൻ്റെ 2 സൈഡും ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമുക്ക് അവിടുത്തെ പീസ് കൂടെ കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഇതേപോലെ വെച്ചിട്ട് വെൽഡ് ചെയ്തെടുക്കണം. അളവ് നോക്കിയിട്ട് മട്ടം നോക്കി ലെവലാക്കി വെച്ചിട്ട് നമുക്ക് ഇതും കൂടെ വെൽഡ് ചെയ്തെടുക്കണം. ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് നമുക്കിവിടെ സീറ്റിംഗ് ആയിട്ട് ഇതേപോലെ ഡോറ് അടഞ്ഞിരുന്നോളും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഡോർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഫ്രെയിം കൊണ്ട് ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇത് കമ്പി അടിച്ചിറക്കി നമ്മൾ ഉറപ്പിക്കാൻ പോവാണ്. ഫ്രെയിം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കമ്പി അടിച്ചിട്ട് നമുക്ക് ഉറപ്പിക്കാം. അടുത്തായിട്ട് നമ്മൾ ഡോർ ഉണ്ടാക്കുകയാണ്. ഡോർ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഫ്രെയിം ആദ്യം 45 ഡിഗ്രിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ 1.5 മുക്കാലിൻ്റെ ടാറ്റയുടെ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫ്രെയിം ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ നല്ല കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രെയിം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 45 ഡിഗ്രിയിൽ നമ്മൾ 4 ഫ്രെയിം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വെച്ച് ഇതേപോലെ ഒന്ന് വെൽഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നടുക്കൂടെ സപ്പോർട്ടും കൊടുത്ത് പീസ് വെച്ച് വെൽഡ് ചെയ്തെടുക്കണം. കാരണം നമ്മൾ ഈ ഒരു മോഡലിൽ ഇത് കട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളിതേപോലെ നടുക്ക് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഇതിനകത്ത് GA ഷീറ്റ് വെച്ചതിന് ശേഷം നമുക്ക് വെൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി അതിൻ്റെ പരിപാടിയാണ് അടുത്തത്. അങ്ങനെ നമ്മൾ ഡോറ് GA ഷീറ്റ് ഫുള്ള് വെച്ച് വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വെൽഡിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി അടുത്തായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പോവാണ്. സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ലോറി ഇഞ്ചസ് ആണ് സെറ്റ് ചെയ്യുന്നത്. ലോറി ഇഞ്ചസ് 1.5 ലോറി ഇഞ്ചസ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ലോറി ഇഞ്ചസ് നമുക്ക് ഇതിൽ വെച്ച് വെൽഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി അത് വെച്ച് വെൽഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ ലോറി ഇഞ്ചസ് വെച്ച് വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിനി ഡോറ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇഞ്ചസ് വെച്ച് നമ്മൾ വെൽഡ് ചെയ്ത് ഇവിടെ ഡോർ ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചസിൻ്റെ പരിപാടി കഴിഞ്ഞ് നമ്മുടെ ഡോർ ഇതേപോലെ ഇവിടെ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ലോക്ക് സെറ്റ് ചെയ്യണം. ഓടാമ്പൽ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കിനി ഓടാമ്പൽ വെച്ച് വെൽഡ് ചെയ്തെടുക്കാം.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പരിപാടി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഡോറെല്ലാം നമ്മൾ ഫുള്ള് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പെയിൻറ്റ് കൂടെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ലുക്കേ മാറും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ഗുഡ് ബൈ. താങ്ക് യു.